ഹായ് ബ്രദേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇന്നത്തെ സബ്ജക്റ്റ് ഇന്നർ ചൈൽഡ് വർക്ക് അഥവാ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നതിനെ പറ്റിയാണ്. ഈ സബ്ജക്റ്റ് ഒരു പവർഫുൾ ടൂളാണ്. നമ്മുടെ സ്പിരിച്വലും പേഴ്സണലും സോഷ്യലും ആയിട്ടുള്ള ഏത് മേഖലയിലും നമുക്കൊരു സൗഖ്യം, ഒരു ഹീലിംഗ് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു മാർഗമാണ് ഇന്നർ ചൈൽഡ് വർക്ക്. നമ്മൾ ഇന്നർ ചൈൽഡ് വർക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം, ഇന്നർ ചൈൽഡ് വർക്ക് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ കഴിഞ്ഞുപോയ പാസ്റ്റ് ലൈഫുമായിട്ടാണ്. പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന പ്രസൻറ്റ് ടെൻസിൽ നിന്ന് പിറകിലോട്ടുള്ള കാലം, അതായത് നിങ്ങളുടെ പഴയ കാലം, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്ന പെയിൻഫുൾ ഇമോഷൻസ്, ബാഡ് മെമ്മറീസ്, അതുപോലെ സ്ട്രഗിൾസ്, ഈ വക കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സിനാണ് ഈ ഇന്നർ ചൈൽഡ് വർക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞു കിടക്കുന്ന പല ഇതുപോലെയുള്ള പെയിൻഫുൾ ഇമോഷൻസ് ഉണ്ടായിരിക്കും, ബാഡ് മെമ്മറീസ് ഉണ്ടായിരിക്കും, അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നതായിരിക്കാം, ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും മെമ്മറിയിൽ കൊണ്ടു നടന്ന് വേദനിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നിരിക്കുമ്പോൾ അതിനെ ഒരിക്കൽ കൂടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ, റൈറ്റ് നൗ, ഈ മൊമെൻറ്റിൽ നിങ്ങളെ ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു വർക്കാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അതുകൊണ്ട് തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ആ പെയിൻഫുൾ ഇമോഷൻ നിങ്ങൾക്ക് എന്തുമാത്രം വേദന തന്നോ, ആ വേദന നിങ്ങളിപ്പോൾ അത് ചിന്തിക്കുമ്പോൾ, ഈ വർക്കിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുമായിരിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി അത്ര കഠിനത ഉള്ളതായിരിക്കുകയില്ലെങ്കിലും ഒരു 80-85% എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബ്, ആ ഒരു പ്രഭാവം നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് ആന്തരികമായിട്ടും ശാരീരികമായിട്ടും അനുഭവപ്പെടും, അല്ലെങ്കിൽ അനുഭവപ്പെട്ടു എന്ന് വരാം. അപ്പോൾ നമ്മൾ ഈ ഇന്നർ ചൈൽഡ് വർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ഉറപ്പുണ്ടായിരിക്കണം. അതായത് ഞാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ എൻ്റെ ഉപബോധ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന ഈ അബ്യൂസ്, ട്രോമ, സ്ട്രഗിൾസ്, റിജക്ഷൻ, ബാഡ് മെമ്മറീസ്, പെയിൻഫുൾ ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ്, ഈ വക കാര്യങ്ങളെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞ് അവിടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മുറിവിനെ ഞാൻ കഴുകി കെട്ടാൻ ശ്രമിക്കുമ്പോൾ ചില പസ് എടുത്തു മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വേദനാജനകമാണെന്ന് എനിക്കറിയാം എന്ന ഒരു തിരിച്ചറിവ്, ഒരു ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾക്കത് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ you have to seek a professional support from a professional. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആത്യന്തികമായി നമ്മൾ ഇതാണ് എനിക്ക് വേണ്ടത്, I have to heal myself, I have to heal my inner self, my wounded self എന്ന് നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ you have to ready to heal your own pain. So ഇതാണ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഇന്നർ ചൈൽഡ് വർക്കിനെ പറ്റി പറയുമ്പോൾ പറയാനുള്ളത്. ഇനി
നമ്മുടെ ആദ്യ ഭാഗമായ എന്താണ് ഇന്നർ ചൈൽഡ് എന്ന് നമുക്ക് നോക്കാം. ഇന്നർ ചൈൽഡ് വർക്ക് എന്താണെന്ന് നോക്കാം. ഇന്നർ ചൈൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നും അതിൽ ഒരു പുതുമയായിട്ട് നമുക്കൊന്നും പറയാനില്ല. അതൊരു വെറും ഒരു ടെക്നിക്കൽ ടേം മാത്രമാണ്, നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം തന്നെയുമാണ്. നമ്മുടെ ഓൾഡ് മെമ്മറീസ്, പെയിൻഫുൾ ഇമോഷൻസ്, അല്ലെങ്കിൽ അബ്യൂസ്, റിജക്ഷൻ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് പിക്ചേഴ്സ്, നെഗറ്റീവ് ഫിലോസഫീസ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഐഡിയോളജീസ്, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ്, ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നിങ്ങളുടെ മെമ്മറിയിൽ ചില സമയത്തത് തെരതള്ളും പോലെ വന്ന് നിങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാഡ് മെമ്മറീസ്, ഈ ഹോണ്ടഡ് ഇമേജസ്, ചിലപ്പോൾ അത് വാക്കുകളായിട്ടായിരിക്കാം, സൗണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ അത് പിക്ചേഴ്സ് ആയിരിക്കാം, മെൻ്റൽ ഇമേജസ് ആയിരിക്കാം, ചിലപ്പോൾ അത് സ്മെല്ലായിരിക്കാം, ചിലപ്പോൾ അതെന്തെങ്കിലും ഒബ്ജക്ട്സോ ഇവൻറ്റ്സോ പേഴ്സൺസോ ആയിരിക്കാം. എന്തു തന്നെ ആയിരുന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ വരുമ്പോൾ, ആ ഒരു ഇമോഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് നിങ്ങളുടെ മുൻപിൽ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നു. ഇത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നടക്കുന്നത് എന്നതാണ് ഇതിൻ്റെ തിയറി. അതായത് നമ്മൾക്ക് നമ്മുടെ ആന്തരിക മനസ്സിന് ഏൽക്കുന്ന മുറിവുകൾ, അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇപ്പം മുറിവുകൾ ഒരു വ്യക്തി കേൾക്കുന്നത് പോസിറ്റീവ് കൊണ്ടായിരിക്കില്ലല്ലോ, നെഗറ്റീവ് കൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് വഴിയിലൂടെയും നമ്മുടെ ആന്തരിക മനസ്സിലുണ്ടായ ഈ മുറിവിനെയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴ്ന്ന് വേര് പിടിച്ചൊരു വടവൃക്ഷം പോലെ വളർന്നു നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇന്നും നിങ്ങളെ ഹൗണ്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ കാണുമ്പോൾ അത് ഈ കാര്യം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. അതിൻ്റെ ഡീപ്പ് റൂട്ട് തേടി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അത് ഇന്ന കാരണം കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ബോധം വരുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബോധോദയം ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ അത് നിങ്ങൾ ട്രാൻസിലായിരിക്കുമ്പോൾ മാത്രമായിരിക്കും അത് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ NLPയിൽ പല മെത്തേഡ്സ് ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. NLP ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ, അതായത് ഹൃദയം എന്ന് പറയുന്ന മനസ്സിനെയാണ്, നമ്മുടെ സൈക്കി, ഇതിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിൽ തന്നെ നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് എത്തി ആ ഡീപ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ കോസ് റീസണെ കാണാൻ പറ്റും. ഈ കോസ് റീസൺ എന്ന് പറഞ്ഞാൽ വളരെ റോക്കറ്റ് സയൻസ് ഒന്നും ആയിരിക്കണമെന്നില്ല. ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ബാധിപ്പ് നടക്കുന്നുണ്ടാവുക. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇന്നർ ചൈൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓൾഡ് മെമ്മറീസ് ലിവ്സ് ഇൻസൈഡ് യുവർ മെമ്മറി ആൻഡ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, പഴയകാല മെമ്മറീസ്, ആ മെമ്മറി എന്ന് പറയുമ്പോൾ അത് ഇമോഷൻ ആവാം, ഇവൻറ്റ്സ് ആവാം, പീപ്പിൾ ആവാം, വ്യക്തികളാകാം, എന്തെങ്കിലും വാക്കുകളോ സെൻറ്റൻസോ എന്തുമാകാം. ഇത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്നത് നിലനിൽക്കുന്നുണ്ട്, റീറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം മെമ്മറിയിലും സബ് കോൺഷ്യസ് മൈൻഡിലും കിടക്കുന്ന പഴയകാല നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. അതെന്തും ആവാം, മെമ്മറി ആവാം, ഇമോഷൻസ് ആവാം, ഫീലിങ്സ് ആവാം, എന്തും ആവാം. ഇതിനെയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇന്നർ ചൈൽഡ് വൂണ്ട്, നമ്മൾ ഈ കാര്യങ്ങളെ ട്രോമാസിൻ്റെ വൂണ്ട് എന്ന് പറയും, അതായത് മുറിവുകൾ, മുറിപ്പാടുകൾ എന്ന് പറയും. അപ്പം ഇത് എപ്പോഴാണ് ഒരു വ്യക്തിയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അഡൾട്ടായിരിക്കുമ്പോൾ അല്ല. അതായത് ഒരു വ്യക്തി പൂർണ്ണ യൗവനാവസ്ഥയിൽ നിൽക്കുമ്പോൾ, അതായത് അവൻ്റെ മനസ്സ് മാനസികമായി വളർന്നതിന് ശേഷമായിരിക്കണമെന്നില്ല, അതിനു മുൻപേയാണ് ഈ ഇന്നർ ചൈൽഡ്, നിങ്ങളുടെ ഉള്ളിലെ കൊച്ചുകുട്ടി മുറിവേൽക്കാൻ സാധ്യത ഉള്ളത്. എന്ന് വെച്ച് ഒരു യൗവനാവസ്ഥയിലുള്ള ഒരു കുട്ടി ഇന്നർ ചൈൽഡ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ലോകത്തിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും, ഏത് മുതിർന്ന വ്യക്തികൾക്കും ഇന്നർ ചൈൽഡ് ഉണ്ട്. അത് വൂണ്ടഡ് സെൽഫും ചിലപ്പോൾ അവരിൽ കാണാം. എല്ലാവരിലും ഒരു 95% വൂണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 1% ഇന്നർ ചൈൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞ് അനുഭവപ്പെടുന്ന റിജക്ഷൻ, നെഗറ്റീവ് ഫീലിങ്സ്, തിരസ്കരണങ്ങൾ, റിജക്ഷൻ, പിന്നെ കേഴ്സ്, ശാപവാക്കുകൾ, ഇതെല്ലാം ഒരു കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞ് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവനെ കാര്യമായിട്ട് ഭയങ്കരമായി ബാധിക്കുന്നു. ഇതിനെയാണ് ഒരർത്ഥത്തിൽ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ഇനി ഇന്നർ ചൈൽഡ് എനിക്ക് ഉണ്ട് എന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കും? അതായത് വൂണ്ടഡ് സെൽഫ് എനിക്കുണ്ട് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ചില ഇൻസിഡൻസ് നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന രീതി എങ്ങനെ? ചില വ്യക്തികളെ കാണുമ്പോൾ, ചില സിറ്റുവേഷൻസിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനോടൊക്കെ പ്രതികരിക്കുന്നത് ഏത് തരത്തിലെന്ന് നോക്കിയാൽ നമുക്ക് മുൻകാലത്തിലുള്ള അനുഭവങ്ങൾ ഒരു ചെറിയൊരു തോതിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാലും മുഴുവനായിട്ടും സാധിക്കില്ല. കാരണം നമ്മളിലൂടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതെങ്കിലും അത് പല കാര്യങ്ങളും ഉപബോധ മനസ്സിലേക്ക് മറയ്ക്കപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയണമെന്നില്ല. അതിനാണ് നമ്മൾ പല NLP പോലെയുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിച്ച് അതിനെ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ, അതായത് നമുക്കെങ്ങനെ കഴിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു ടീനേജ്, അഡൾട്ട്, ആ ഒരു സമയത്ത് നമുക്കുണ്ടായ ട്രോമാസ് ആണല്ലോ. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ചെറിയ പ്രായത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങിയെത്തേണ്ടതുണ്ട്. അതിൽ നമ്മൾ പഴയ കാലത്തെപ്പറ്റി നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അന്നുണ്ടായിരുന്ന ഇവൻറ്റ്സ്, ഇപ്പോൾ നമുക്ക് സംഭവിച്ചപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടായതുപോലെയുള്ള ഒരു മെമ്മറി നമ്മുടെ ഉള്ളിൽ പഴയ കാലത്ത് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പാസ്റ്റിലേക്ക് നമുക്ക് എത്താനും അതിൽ നിന്ന് ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഉത്തരങ്ങൾ കണ്ടെത്താനും സാധിക്കും. രണ്ടാമത്തെ കാര്യം, പല സ്ഥലങ്ങൾ നമ്മൾ പഴയ കാലങ്ങളെ ഓർമ്മ വരാനായിട്ട്, നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക്, ബാല്യകാലത്തിലേക്ക് എത്താനായിട്ട് ആ തരത്തിലുള്ള ഫോട്ടോസ് നമ്മുടെ ആൽബത്തിൽ നിന്നൊക്കെ നോക്കി അന്നുണ്ടായിരുന്ന മെമ്മറീസിനെ റീകളക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. 2, പഴയ ബാല്യകാല സുഹൃത്തുക്കളെ നമ്മൾ ചെന്ന് കാണുകയും അവരോട് പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നോക്കുകയും ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും ചില കുട്ടിക്കാല അനുഭവങ്ങളെല്ലാം നമുക്ക് ഓർമ്മ
വരും, ഓർത്തെടുക്കാൻ സാധിക്കും. ഇവൻറ്റ്സ്, പീപ്പിൾ, നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, ഫോട്ടോസ്, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പഴയ കാലങ്ങളെ ഓർത്തെടുക്കാനും അതിലൂടെ പഴയ ഇൻസിഡൻസ് ഓർത്തെടുക്കാനും സാധിക്കും. ഈ ഇൻസിഡൻസ് ഓർത്തെടുക്കുക വഴി നമ്മൾ അതിനെ വെറുതെ വിട്ടുകളയുക മാത്രമല്ല, നമ്മൾ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു പ്രശ്നം ഇത് പണ്ട് കാലത്ത് നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഡീപ്പ് അനാലിസിസ് നമ്മൾ ചെയ്തതിന് ശേഷം, അനാലിസിസ് എടുത്തതിന് ശേഷം നമ്മളതിനെ ലിസ്റ്റ് ചെയ്യുക. എഴുതി വെച്ചതിന് ശേഷം നമ്മൾ അതിനെ നമ്മളോട് തന്നെ ഓരോ ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുക. ഓരോ പോയിൻറ്റും, അതായത് നമുക്ക് പണ്ട് കാലത്ത് എനിക്ക് ഇന്നത് സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ട്, ഇതിൻ്റെ കാരണമാവാം എന്നെല്ലാം നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ വിഷ്വലൈസേഷനിലൂടെ ആ പഴയ പാസ്റ്റിലേക്ക് നമ്മൾ എത്തുക. ആ സംഭവത്തിലേക്ക് അത് വിവിഡായിട്ട് നമ്മുടെ മനക്കണ്ണാലെ നമ്മൾ കണ്ടുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്കൊരു ടൈം ട്രാവൽ ചെയ്തെത്തുന്നത് പോലെ നമ്മൾ എത്തിയിട്ട് ആ കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുക. ഹലോ, എന്ത് പ്രശ്നം പറ്റി? ഇപ്പോൾ ചിലപ്പോൾ റിജക്ഷൻ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് ടെൻസിൽ നിന്ന് നമ്മളെ തന്നെ പാസ്റ്റിലേക്ക് ഒരു ടൈം ട്രാവൽ പോലെ വിഷ്വൽ മോഡിലൂടെ നമ്മൾ മനസ്സിലൂടെ ഒരു യാത്ര നടത്തിയിട്ട് ആ കുഞ്ഞിനോട് നമ്മൾ സ്വയം സംസാരിക്കുക. അതായത് നമ്മളോട് തന്നെയാണ് ആ വിഷ്വലൈസേഷനിലൂടെ നമ്മൾ സംസാരിക്കുകയാണ് ആ കുഞ്ഞിനോട്. എന്തുപറ്റി നോക്കുമ്പോൾ എന്നെ ആരും കളിക്കാൻ കൂട്ടാക്കുന്നില്ല, എല്ലാവരും എന്നെ വിട്ട് പോവുകയാണ്, റിജക്ഷനാണ് എന്നൊക്കെ ആ കുഞ്ഞ് നമ്മളോട് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം അതങ്ങനെയല്ല, അത് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ തിരക്കായ അച്ഛനും അമ്മയുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടായിരിക്കാം എന്നുള്ള ലോജിക്കലായിട്ട് നിങ്ങൾ ആ കുഞ്ഞിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിഷ്വലൈസേഷനിലൂടെ. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റിലീഫ് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമൊന്നും അത് വഴങ്ങിയില്ലെങ്കിലും പതുക്കെ അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും കാണാൻ സാധിക്കും. ആദ്യം അത് വഴങ്ങാതെ നിൽക്കുന്ന ഒരു റിബൽ ചൈൽഡായിട്ട് കാണുമെങ്കിലും അത് പതുക്കെ ഡിമിനിഷായി വാനിഷായി ഒന്നുമില്ലാത്ത അവസ്ഥയായി മാറും. അപ്പോൾ നമുക്ക് ഇന്നർ ചൈൽഡിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ള കാര്യം ഇപ്പോഴത്തെ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഇമോഷണലായിട്ടുള്ള മൈൻഡിനെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ വീണ് കിടക്കുന്ന ആ ബോധ തലത്തെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അങ്ങനെ ആയിരുന്നില്ല മോനെ ആ സംഭവം, അങ്ങനെയല്ലായിരുന്നു, അത് നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതാണ്, അതങ്ങനെയല്ല, അതിങ്ങനെയാണ് കാര്യം. അപ്പോൾ ആ കൊച്ചിൻ്റെ ഉത്തരം എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അത് പറയുന്നതിനനുസരിച്ച് ആ ഇമോഷണൽ മൈൻഡ് നമ്മളോട് സംസാരിക്കുന്നതിനനുസരിച്ച് ലോജിക്കൽ മൈൻഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ലോജിക്കലായിട്ട് അതിനോട് സംസാരിക്കുക. അതിനെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തി കണ്ടുകൊണ്ട് സംസാരിക്കണം. അങ്ങനെ പല ആവർത്തി നമ്മൾ കോൺവെർസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കൊച്ചുകുട്ടി നമ്മളിൽ നിന്ന് അവ്യക്തമായി ഇല്ലാതാകുന്നത് കാണാൻ സാധിക്കും. പതുക്കെ ആ കൊച്ചുകുട്ടിയെ വളർത്തി നിങ്ങളുടെ ഇന്നായിരിക്കുന്ന മെച്യൂരിറ്റിയിലേക്ക് പതുക്കെ കൊണ്ടെത്തിക്കുക.